നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വേഡിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഉന്നക്കായ എൻ്റേതായ ശൈലിയിൽ ഉണ്ടാക്കുകയാണ്. ഞാൻ നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ളൊരു ഐഡിയയിലും കാരണം കുറച്ച് ഹെൽത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അതുപോലെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്, കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളെടുത്തും കൂടി ആ റെസിപ്പി ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഞാൻ പഴം സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേനും പഴമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി രണ്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാവുന്നതെന്ന് അറിയില്ല. ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ എങ്ങനെയാണ് വരികയെന്ന് അറിയില്ല. അങ്ങനെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ച് ബാക്കിയുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഇനി ആ തേങ്ങ ഞാൻ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് ചിരകി വെച്ച്, പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ എള്ള്, ചുക്കുപൊടി, ഏലക്കപ്പൊടി, ജീരകപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റേതായ ശൈലിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ഫ്ലേവറൊക്കെ കൂടിയിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് പഞ്ചസാര ഇട്ട് തേങ്ങ ഇട്ടിട്ട് ചിലതിൽ നട്ട്സ് ഉണ്ടാവും, ചിലതിൽ നട്ട്സ് ഉണ്ടാവില്ല, നല്ല ഗീ ഒക്കെ ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റേതായ ശൈലിയിൽ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ അത്രയ്ക്കൊരു പഞ്ചസാരയുടെ ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കണം, ശർക്കരയൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ പഴം നന്നായി വെന്ത് വന്നതിന് ശേഷം ഞാനത് ആ ചൂടോട് തന്നെ ഉടച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ട് ഒരു പഴം രണ്ട് പഴമൊന്നും വല്ലാണ്ട് പഴുക്കാത്ത പഴമായിരുന്നു, നന്നായിട്ടൊരു പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു കട്ടിപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, ഇങ്ങനെ കല്ല് പോലെ. പക്ഷേ നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് സംഭവം. അപ്പം നമുക്ക് ഈ ഉന്നക്കായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിവായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ ഉരുളകൾ ഉരുട്ടിയിട്ട് നോക്കി നോക്കുക കേട്ടോ, എങ്ങനെ റെഡി ആവുമെന്ന്. അപ്പോൾ സത്യം പിടിക്കാൻ പറ്റിയ നല്ലതായിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു പരുവത്തിലായിട്ട് ഞാൻ നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് അത് വെച്ചിട്ട് പൊട്ടാറ്റോ മാഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടെടുത്തു. ഇനി തേങ്ങയിലേക്ക് മറ്റുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ചേർക്കാൻ വേണ്ടി പോവാം. ശർക്കരയും അതുപോലെ തന്നെ എള്ളും നമ്മളെടുത്ത് വെച്ച പൊടികളൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഇത്തിരി കൂടി ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ശർക്കരയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. എടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പോണത്. പിന്നെ ഇനി തേങ്ങ കൂടുതൽ വേണ്ടവർ തേങ്ങ ഒത്തിരി കൂടുതലൊക്കെ എടുത്തോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിലവർ തേങ്ങ ഇങ്ങനെ ശർക്കര പനിയിലാക്കിയിട്ടൊക്കെ വഴറ്റിയിട്ടൊക്കെ കണ്ടു. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ശർക്കര പനിയിലല്ല, സോറി, പഞ്ചസാരയിലിട്ടിട്ട് ഇതാക്കിയത് കണ്ടിട്ടുണ്ട്. അത് കഴിച്ചിട്ടുണ്ട്. ഉന്നക്കായ ഞാൻ 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഡയറ്റിൻ്റെ ഇത് എടുക്കണമുണ്ട് നമ്മൾ കഴിയുന്നതും പഞ്ചസാര ഒഴിവാക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചേക്കിപ്പോൾ ശർക്കര വെച്ചിട്ടുണ്ടാക്കാമെന്ന്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എൻ്റേതായൊരു ഇതിൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒരു ഉരുളെടുത്തിട്ട് പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഉന്നക്കായ എന്ന് പറഞ്ഞ സംഭവം ഞാൻ കഴിച്ചിട്ടുള്ളത് കാലിക്കറ്റ് നിന്നാട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി ഞാൻ കഴിച്ചിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ ഫില്ലിങ് ചെയ്തിട്ട് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫില്ലിങ് വെച്ച് അതിൻ്റേതൊരു ഇതിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടച്ച് ഇതാക്കിയിട്ട് അതിൻ്റെ ഫില്ലിങ്ങിന് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മെല്ലെ എടുത്ത് അമർത്തി കൊടുത്തിട്ട് ഞാൻ ഉന്നക്കായ ഇങ്ങനെ ആ ഷേപ്പ് ഉണ്ടല്ലോ, ഉന്നക്കായയുടെ ഒരു ഷേപ്പ്, അത് കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് വരുത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്നും ആവില്ല ശരിക്കും, എനിക്കറിയണ രീതിയിലാട്ടത് ഉണ്ടാക്കണത്. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു, പറയാൻ പറ്റില്ല, നല്ല അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുവിധം അതിന് ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്.
സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഞാൻ ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടല്ലേ നല്ല ഇതുപോലെ ഷേപ്പാക്കി എടുത്ത് ഫില്ലിങ് വെച്ച് നിറച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എന്നതിന് ശേഷം ഞാൻ ഇതാപ്പഴത്തേനും നമ്മുടെ പാത്രം റെഡിയായിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. ഇത് 2 ഓയിലാണ് യൂസ് ചെയ്യലുള്ളത്. അപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വിചാരിച്ച് ഞാൻ സ്പ്രേ ചെയ്ത് മൊത്തത്തിലിങ്ങനെ നമ്മൾ തോനെ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയല്ല ചെയ്യണത്. ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ചെയ്യണത്. ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ മെല്ലെ ഇതായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ ഒന്ന് അതിന് കളറ് വരില്ലേ, ആ കളറ് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഫ്രൈ ആയിട്ട് എടുക്കണില്ല കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചെയ്യണത്. അധികം എണ്ണ ഇല്ലാണ്ട് ചെറുങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ചെറു ചൂടിൽ ഓയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇത് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ കളറ് വരുത്തുകയാണ് ചെയ്യണത്. ഓൾറെഡി ഇത് വെന്ത സാധനമല്ലേ, അപ്പോൾ നമുക്ക് അധികമായിട്ട് നന്നായി വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ജസ്റ്റ് ഇതിന് കളറ് മാത്രം ബ്രൗൺ കളർ പോലെ ഒന്ന് വന്നാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ എയർ ഫ്രയർ ഉള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. എയർ ഫ്രയറിൽ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായി അടിപൊളിയായിട്ട് കിട്ടും. ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. സംഭവം സൂപ്പറായിട്ട് കിട്ടും. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഒരു ബ്രൗൺ കളർ ഒത്തിരി കൂടിയോ സംശയമൊന്നുമില്ലാണ്ട് കുറഞ്ഞിട്ടില്ല സംഭവം. എന്തായാലും ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് ഞാൻ ബാക്കിയുള്ള ഉന്നക്കായും കൂടി ഇതുപോലെ റെഡിയാക്കിയിട്ട് ശേഷം നിങ്ങൾക്ക് നല്ലതും കൂടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെറുങ്ങനെ തീ ഇത്തിരി കൂടി, അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് അടുത്തതും ഇട്ടത്. അപ്പോൾ എല്ലാതും ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉന്നക്കായ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതും കേട്ടോ.